വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എള്ളുണ്ടയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു സീഡാണ് എള്ളെന്ന് പറയുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്ന കറുത്തെള്ളും വെളുത്തെള്ളും സെയിം ക്വാണ്ടിറ്റിയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ആൽമണ്ട്സ് ക്രഷ് ചെയ്തതുണ്ട്, പിന്നെ ചുക്കുപൊടി, ശർക്കര പാനിയാക്കിയത്. ഇത്രയുമാണ് നമുക്ക് എള്ളുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. എള്ളുണ്ട എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സീഡാണ് എള്ളെന്ന് പറയുന്നത്. ബോൺ ഹെൽത്തിനായാലും ഹാർട്ട് ഹെൽത്തിനും ഡൈജഷനും എല്ലാം നല്ലതാണ് എള്ള്. അതുപോലെ അയൺ കണ്ടൻറ്റ് നല്ല രീതിയിലുണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, പ്രോട്ടീൻ, ഫൈബർ, ഇങ്ങനെയുള്ള എല്ലാ ഹെൽത്തി ഫാറ്റ്സ്, ഇങ്ങനെയുള്ള കുറേ വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റിൽ ഈ എള്ള് ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, കുറച്ച് സ്കിൻ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡെയിലി ഇങ്ങനെ എള്ളുണ്ട കഴിക്കുന്നുണ്ടായിരുന്നു, രാവിലെയും വൈകിട്ടും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം എള്ളും പിന്നെ വാൾനട്ടും ഫ്ലാക്സ് സീഡും ആൽമണ്ട്സും കൂടെ ചേർത്തിട്ടായിരുന്നു പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഫ്ലാക്സ് സീഡിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഓക്കെ ആകാത്തതുകൊണ്ട് ഞാൻ അതങ്ങനെ അവോയ്ഡ് ചെയ്തു. ഈ പ്രാവശ്യം ഞാനിങ്ങനെ ആൽമണ്ട്സും എള്ളും മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈസിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ആദ്യം എള്ള് ജസ്റ്റ് വറുത്തെടുക്കുക. അങ്ങനെ പൊട്ടുന്ന സൗണ്ട് ആകുമ്പോഴാണ് അതിൻ്റെ പരുവാകുന്നത്. പിന്നെ നമ്മൾ അത് ശർക്കര പാനിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ആൽമണ്ട് പൗഡർ കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം ഇളക്കി നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പരുവാകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ബോൾസാക്കി എടുക്കുക. നല്ല ചൂടായിരിക്കും, ബോൾസാക്കി എടുക്കുന്ന സമയത്ത് കൈക്ക് നല്ല ചൂടായിരിക്കും. എങ്കിലും ഒരു 2-3 എണ്ണം ഒക്കെ ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ കൈ ആ ചൂടായിട്ട് അഡ്ജസ്റ്റ് ആവും. അപ്പോൾ പിന്നെ ബാക്കി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഞാനിവിടെ ഇപ്പം എടുത്തേക്കുന്നതിനകത്ത് എനിക്കൊരു 20 ബോൾസാണ് കിട്ടിയേക്കുന്നത്. ഇതെനിക്കൊരു 10 ഡേയ്സിലേക്കുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഞാനിതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും.